കോഴിക്കോട്ട് മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് യുവമോർച്ച പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിലാണോ ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ തടഞ്ഞത്? അതിനുശേഷം സംഘർഷമുണ്ടായി എന്നതാണ് നിലവിലെ അവസ്ഥ. എന്താണ്? അനുജ, നിലവിലിപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരുന്നു. അവനെയാണ് ആദ്യം പിടിച്ചത്. അതെ, പിടിച്ച ആൾ അവർ അടിക്കുന്നത് ബാക്കിയുള്ളവർ കൂടി വരികയും ചെയ്തപ്പം SFIക്കാരാണ് പിന്നെ ഓടി വന്ന് അടിക്കുന്നത്. ഇല്ല, ബാക്കിയുള്ളവരെല്ലാം SFIക്കാരാണ് കൂടി എന്ന് തല്ലിയത്. അതിന് പോലീസുകാർ എന്ത് ചെയ്തു? അവരെ തടഞ്ഞ് അങ്ങോട്ട് നിർത്തി കൊടുത്തു, കഴുത്തും പിടിച്ചിട്ട് തല്ലിക്കോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതല്ലല്ലോ ഇവിടെ നടക്കേണ്ടത്. അനുജ, ഈ വിഷയത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണം എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസാണിത്. ഇവിടെ നിന്ന് നമ്മുടെ പ്രവർത്തകർ ചായ കുടിക്കാൻ തളി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് പോയതാ. പോലീസുകാരും DYFIക്കാരും എന്തിനടിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അടിച്ചതിനൊരു കാരണം വേണ്ടേ? കോഴിക്കോട് സിറ്റിയിൽ ശിവൻകുട്ടി വരുന്നെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്ത് ചായ കുടിക്കാൻ പോകണ്ടേ? പുറത്തേക്ക് പോകണ്ടേ? സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങളുടെ കുട്ടികളെ, യുവമോർച്ചയുടെ പ്രവർത്തകരെ, BJPയുടെ പ്രവർത്തകരെ പോലീസും തല്ലി, DYFIയും തല്ലി. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കൊള്ളാൻ മാത്രം പഠിച്ചവരൊന്നുമല്ല ഞങ്ങൾ. ഈ സമയം ഇവിടെയുള്ള DYSP കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, CIമാർ ഈ ക്രിമിനലുകളെ, DYFI ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടിക്ക് തിരിച്ചടി തന്നെ ചെയ്യും. കാരണം ഒരു കാര്യവും അറിയാത്ത കുട്ടികളെ അവിടെ അടിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിൽ. എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലൊക്കെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തു പോയവരെ പോലീസും DYFIയും SFIയും ചേർന്ന് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് അടിച്ചു തീർക്കാനാണെങ്കിൽ അടിച്ചു തീർത്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ മാന്യമാണെങ്കിൽ പോലീസ് ഉടൻ നടപടിയെടുത്തത് കാണിക്കണം. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോഴിക്കോട്ടെ BJPക്ക് അറിയാം, അത് കാണിക്കുക തന്നെ ചെയ്യും. അതിലൊരു തർക്കം. കരിങ്കൊടി കാണിക്കാൻ എത്തിയപ്പോഴാണ് പ്രതിഷേധം അറിയുന്നത്. കരിങ്കൊടി കാണിക്കാൻ മന്ത്രി ഇവിടെ വേണ്ടേ? ഇത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളിപ്പോ ഈ സംഭവ സ്ഥലവും ഇതും 50 മീറ്റർ ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്ന എല്ലാം കരിങ്കൊടിക്കാരാണ്. അങ്ങനെയാണോ? കരിങ്കൊടി കാണിക്കാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മന്ത്രി വരണം, അല്ലെങ്കിൽ അവിടെ പരിപാടി സ്ഥലത്ത് വേണം. ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിന്റെ മുന്നിലല്ലേ. ഇവിടെ വന്നടിക്കുമ്പോ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഇത് പോലീസിനെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ DYFIയെയും SFIയെയും വെച്ച് നടത്താമെന്നാണ് വ്യാമോഹമെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാ. അതുകൊണ്ട് അടിച്ചവരോടും അടുപ്പിച്ചവരോടും ഇതിനും മാപ്പില്ല. ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് ഒരാള് കരിങ്കുടിയായിട്ട് വന്നിരുന്നു, വെള്ള ഷർട്ടിട്ട ഒരാൾ. അദ്ദേഹം കരിങ്കുടി കാണിച്ചു, അദ്ദേഹത്തെ പോലീസ് പിടികൂടി. ആ ഘട്ടത്തിലാണ് ഓടി വന്ന SFI പ്രവർത്തകർ മർദ്ദിക്കുന്നത്. അതിന് പിന്നാലെ വന്ന പ്രവർത്തകരുടെ കയ്യിൽ കരിങ്കുടി ഒന്നും കണ്ടിരുന്നില്ല, അവർക്കും കിട്ടിയതല്ല. ഇതാണ് അവിടെ നടന്നത്. ഞാൻ നേരിട്ട് കണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് ഏത് വെള്ളക്കാരൻ? ഞങ്ങൾ ഈ പറയുന്ന മർദ്ദിച്ചവർ ഞങ്ങളുടെ പ്രവർത്തകർ തളി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുന്നവരാണ്. എല്ലാവരും ഇതിൽ പോകുന്ന എല്ലാവരും മന്ത്രിയെ തടയുന്നവരാണ് എന്നുള്ളതാണോ പോലീസിന്റെ നിലപാട്? അതിന് കൂട്ടുനിൽക്കുകയാണോ പോലീസ് വേണ്ടത്? ഇനി DYFIക്കാർ ഞങ്ങളുടെ പ്രവർത്തകർ എന്തിനാ മർദ്ദിച്ചത്? അപ്പൊ അതുകൊണ്ട് DYFIക്കാരോട് അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകരെ ശരി. കോഴിക്കോട് തള്ളിയിലാണ് ഇപ്പോൾ യുവമോർച്ച SFI പ്രവർത്തകരുടെ സംഘർഷമുണ്ടായത്. അത് തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു SFI പ്രവർത്തകർ എന്നുള്ളതാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. അതിൽ അദ്ദേഹം ഒരു ഭീഷണിയും മുഴക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് മിണ്ടാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന തരത്തിൽ.